Principe Pio, Principe Pio, Pio. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം വളരെ വെറൈറ്റിയാണ്. ഞാൻ ഇതുവരെ പോകാത്ത സ്ഥലത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഭയങ്കര വെറൈറ്റി ആയിരിക്കും. കാരണം എനിക്കറിയാൻ പാടില്ല. ചെറുതായി വഴിതെറ്റി ഗൈസ്. വഴിതെറ്റി. ഇത് അങ്ങോട്ട് തന്നെയുള്ളതാണോ? ഇവിടെ ഇത് മെട്രോ ആണ് ചെയ്യുമ്പോൾ ഇത് ട്രാമായി മാറും. വീട്ടിലേക്ക് ഒരു മെട്രോ പോലെ ഇരിക്കുന്നുണ്ടോ, പക്ഷേ കുഞ്ഞി സാധന. ഗൈസ് ഞങ്ങളിത് ഇവിടെ ട്രംപിലാണ് കയറിയേക്കുന്നത്. ട്രംപല്ല, ട്രംപ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ പ്രസിഡന്റ്. സോറി, ട്രാം. പക്ഷെ ഇച്ചന് ട്രാമാണ്, എനിക്കിത് കുഞ്ഞു മെട്രോ ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് കുഞ്ഞു മെട്രോ ആണ്. കുഞ്ഞു മെട്രോയിലാണ് കയറിയേക്കുന്നത്. ഇനി ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാം. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇനി ഇവിടുത്തെ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല. സ്ഥലത്തിൻ്റെ പേര് പറയാൻ പാടില്ല. നമ്മൾ എത്തിയിരിക്കുന്നത് കൊളോണിയ ഹർദീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ 4, 3, 7 സീറ്റുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. 1, 2, 3, 4, 5, 6, 7, 12 ഒരു ബോഗി വെച്ചുള്ളൂ. 12 സീറ്റുണ്ട്. അങ്ങനെ 3 ബോഗി. ഞാൻ ഈ ഒരു വഴി കൂടെ വന്നിട്ടില്ല. 2 വഴിയാണുള്ളത്. ഒന്ന് ബോധിജതൽമന്തയിലേക്ക് പോണത്, ഒന്ന് വേറെ സ്ഥലത്തേക്ക് പോണത്. പക്ഷേ ഈ വഴി കൂടെ ഞാൻ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ വഴി കൂടെ പോകുന്നത്. നമ്മൾ എത്താൻ പോകുന്ന സ്ഥലത്തിൻ്റെ അറിയില്ല ഏത് സ്ഥലത്തേക്ക് എത്തണമെന്ന്. പക്ഷേ ഏതെങ്കിലും സ്ഥലത്തേക്ക് എത്തും. മെട്രോ എടുക്കാൻ അധികം സമയമില്ല. പുറപ്പെട്ടു. മെട്രോ അങ്ങനെ ട്രാമിലേക്ക് മാറിയിരിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലെ മെട്രോ പോലെ ഓപ്പൺ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ മെട്രോയ്ക്കും ഇതേപോലെ വലിയ ചില്ല വേണമായിരുന്നു അല്ലേ? നമ്മുടെ കുഞ്ഞു ചില്ല ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ ഓർക്കണില്ല നമ്മുടെ നാട്ടിലെ മെട്രോ. നമ്മുടെ നാട്ടിലെ മെട്രോ കുഞ്ഞു ചില്ല ഒന്നും കാണാൻ പറ്റില്ല. ഒരു വീട് പോലും വൃത്തിയെടുക്കാൻ പറ്റില്ല. എന്ത് നല്ല രസമെന്ന് അറിയാമോ? ഇത്രയും വലിയ ഡോർ എല്ലാം ചില്ലായതുകൊണ്ടാണ്. അപ്പോൾ വെളിച്ചം കറക്റ്റായിട്ട് കിട്ടും. മാത്രമല്ല അത് മോദിജിയുടെ വണ്ടി. ഇത് 2 ലൈനാണ്. ഇത് വെറും 2 ലൈൻ. 2 ലൈനിൽ എയും B1ഉം B2 ആണ്. ഇതല്ല, ഇത് B2, അത് B3. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം അറവാക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ 2 പേര് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. പോലത്തെ ഒരു സ്ഥലമാണെന്ന് വിചാരിച്ച് ഞങ്ങൾ കൊതിച്ച് വന്നത്. പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല. വേണമെങ്കിൽ അകത്തേക്ക് നടന്നു നോക്കാം. ചിലപ്പോൾ അകത്തേക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അതെ, പണ്ട് ഞാൻ താമസിച്ചിരുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, ബോധിജതൽമൊന്ത എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ആ സ്ഥലം അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയുള്ളൊരു സ്ഥലമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ പോയ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും പോകണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെ എന്തൊക്കെയുണ്ട്, അല്ല എന്താണ് ഇവിടുത്തെ ഏറ്റവും ഇത് പക്ഷേ കുറച്ച് റിച്ച് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെയൊക്കെ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. വൈറ്റ് ലൈൻ ആണ് എല്ലാം, വൈറ്റ് പാർക്കിംഗ് ആണ് എല്ലായിടത്തും. റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ്. ആൾക്കാർ കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ സ്പെയിനിൽ വന്ന സമയത്ത് ഞാൻ താമസിച്ചത് ബോധിജയിലാണ്. അപ്പോൾ ബോധിജയുടെ അതേപോലെ തന്നെ റിച്ച് പ്ലേസ്, ലക്ഷറീസ് ആയിട്ടുള്ള പ്ലേസ്. ബോധിജയുടെ അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോധിജ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട്. അതെനിക്ക് അവിടുത്തെ ആൾക്കാരുടെ റിച്ച്നെസ്. കാരണം സ്പെയിനിൽ തന്നെ രണ്ടാമത്തെ റിച്ചസ്റ്റ് ആൾക്കാർ താമസിക്കുന്ന സ്പേസാണ് ബോധിജ ഡെൽമോണ്ടെ. പിന്നെ അതല്ലാണ്ട് മറ്റേ ഫസ്റ്റ് സ്ഥലത്തേക്ക് നമ്മൾ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അത് അവിടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പോയി കണ്ടിട്ടില്ല. ഫസ്റ്റ് ഏറ്റവും റിച്ചസ്റ്റ് ഉള്ള ആൾക്കാർ അത് മാൻഡ്രിഡിൽ തന്നെയാണ്. സ്പെയിനിലെ ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് ആൾക്കാർ താമസിക്കുന്നത് മാൻഡ്രിഡിനോട് ചുറ്റിപ്പറ്റിയാണ്. കാരണം മാൻഡ്രിഡാണുള്ള തലസ്ഥാനം, അതായിരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് കാറൊക്കെ പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുള്ള് ബിൽഡിങ്സ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹർബീൻസ്, അതായത് ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എന്തായാലും രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞു, ഉച്ചയായി. അപ്പോഴാണ് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചത്. ഇനിയിപ്പോൾ നല്ല ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ, ഇവിടെ എനിക്ക് തോന്നുന്നില്ല അത്രയും നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. റെസ്റ്റോറൻറ്റിൽ കയറാനാണ് എനിക്കൊരു ആഗ്രഹം. കാരണം ഇവിടെ ഒരു അതെ, ബോധിജയിൽ കുറേ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ പോവാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം ഗൈസ്. ഇതാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ. ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് അബൌട്ട് കഴിഞ്ഞ് നമ്മൾ എത്തിയ സ്ഥലമാണിത്. കയ്യിലേക്ക് എന്താണ്ടൊക്കെ പറഞ്ഞു വരുന്നു ഗൈസ്. കാശുള്ളവരുടെ വീട് മാത്രമേ ഉള്ളൂ ഗൈസ്. അല്ലാതെ മീൻ ട്രഷൻ തിരഞ്ഞ് നടന്നിട്ട് ഇവിടെ ഒരു കുന്തവും കാണാൻ പറ്റില്ല. ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്. അത് മാത്രമേ ഉള്ളൂ. ഒലിവിന്റെ മരമാണ്. ഒലിവിന്റെ കായ ഉണ്ടില്ലല്ലോ. യെസ്, ഒലിവിന്റെ കായ. ഇത് കറുത്ത് നിൽക്കാണ്. ഫ്ലാറ്റുകൾ മാത്രമേ ഉള്ളൂ. രക്തദാനം, മഹാദാനം, സ്റ്റുഡൻസിന്റെ റെസിഡൻസ്. ഇവിടെ കുറെ സ്റ്റുഡൻസും കോളേജൊക്കെ ഉണ്ട്. യെസ്, ഇവിടെ ഒരു കോളേജിൻ്റെ സ്റ്റുഡൻസൊക്കെ പാർപ്പിക്കുന്നൊരു ഹോസ്റ്റലാണ്. അതിൻ്റെ ഹോസ്റ്റലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇത്രയും വലിയൊരു ഹോസ്റ്റലുണ്ട്. ദാറ്റ് മീൻസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും വരുന്നുണ്ട്. മാൻഡ്രിഡ് അരവാക്ക. ഇത് അത്യാവശ്യം വലിയ അപ്പാർട്ട്മെൻ്റ് ആട്ടോ. ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരുപാടുണ്ട് കേട്ടോ. ഓർപ്പയ എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ്. ഇറ്റ്സ് ലക്ഷറി പ്ലേസ്. ഇവരുടെ ലിവിങ് സ്റ്റൈലും ഇവിടെ എന്താ പറയുക, കംപ്ലീറ്റ്ലി ലക്ഷറീസ് ആയിട്ടുള്ള രീതിയിലാണ്. ദാറ്റ് മീൻസ് ഇവർക്ക് ഒരു റൂം റെൻറ്റ് തന്നെ ഒരു 400 യൂറോസൊക്കെ ഒരു മാസം വരും. വെറും റൂം അത്രയും യൂറോ വരാറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലിവിങ് എക്സ്പെൻസ് ഒക്കെ ആകും. ഒരു വീട് കിട്ടുന്ന കാശാണ് ഇവിടെ റൂംസിനൊക്കെ ആകുന്നത്. പക്ഷെ ഫെസിലിറ്റീസ് ഉണ്ടാവും.
ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഞാൻ ബോധിയിൽ താമസിച്ചല്ലേ, 350 രൂപയ്ക്ക് നമ്മൾ സാധാരണ ഒരു കുടിസുമുറിയിൽ താമസിക്കുന്ന മാതിരി. പറയുമ്പോൾ ലക്ഷറി എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഒന്ന് പെരുമാറാനായിട്ടുള്ള സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥ. താമസിക്കുമ്പോൾ യെറ്റ്സ് ബോധിശാല താമസിക്കുന്ന അത്യാവശ്യം എന്നുള്ള രീതിയിൽ പറയാം. എനിക്കിതുപോലുള്ള പ്ലേസിൽ താമസിച്ച് സഖി കിട്ടും മടുത്തിട്ടാണ് ഞാൻ പിന്നെ ഗ്രാമത്തിലേക്ക് വന്നത്. അത് വെച്ച് നോക്കുമ്പം ഇവിടുത്തെ ഫെസിലിറ്റീസ് വെച്ച് നോക്കുമ്പം നമ്മൾ താമസിക്കുന്ന ഗ്രാമത്തിൽ റൂംസും നല്ലതൊക്കെ കിട്ടും. മാത്രമല്ല കുറച്ച് പുറത്ത് പോയി ഇരിക്കാൻ, നമ്മൾ തൊട്ടടുത്ത് പുഴയുണ്ട്, നമ്മളിന്ന് വൈകുന്നേരം പോയിരിക്കുന്ന സ്ഥലം, അവിടെ അവിടെ ഇരിക്കാം, പുഴയുണ്ട്, ചൂണ്ടയിടാം, എന്റർടൈൻമെന്റ്സ് ഉണ്ട് കുറച്ച്. ഇത് ബിസിയാണ്. രാവിലെ എണീക്കുക, ജോലിക്ക് പോവുക, അടുത്ത പരിപാടിക്ക് വരിക, ഇത് തന്നെയാന്ന് തോന്നുന്നില്ല. ഭയങ്കര ബിസി ലൈഫാണ് ഇവിടുത്തെ. പക്ഷെ ബിസി ലൈഫ് ആകുന്ന സമയത്ത് പിന്നെ ഇവർക്ക് ഇവിടെ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. എല്ലായിടത്തും വൈറ്റ് ലൈനാണ് പാർക്കിംഗ്. അതുകൊണ്ട് പാർക്കിംഗ് ഫ്രീ ആണ്. അങ്ങനത്തെ കാറൊക്കെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇവിടെ പാർക്കിംഗ് ഫ്രീ. വണ്ടികളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട് ഇവിടെ. കാരണം ഇവിടെ എല്ലാവർക്കും കാറ് വേണം. കാറിലാണ്ട് ജീവിക്കാൻ പറ്റില്ല, എവിടെയും പോകാൻ പറ്റില്ല, നമുക്ക് ഒന്നിനും ഡ്രസ് ചെയ്യാൻ പറ്റില്ല. അതെൻ്റെ മാൻഡ്രിഡിൽ നമുക്ക് ഇവിടെ നിന്ന് എത്തിക്കാണാം. അതെ, മാൻഡ്രിഡിലെ എല്ലാ ബിൽഡിങ്ങും നമുക്ക് അപ്പുറം ഇങ്ങേറ്റത്ത് കണ്ണുകൊണ്ട് കാണാൻ കേട്ടോ. ഇങ്ങനെയുള്ള പ്ലേസ് മാത്രമേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല. എന്താണ് ഈ IVI സബന? അതാ പണ്ട് മുതൽ ഞാനിവിടെ വരുമ്പോൾ ഈ ഒരു സംഭവം പിടിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഞെക്കി കളയും. ഇതെന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെയായിട്ട്. അല്ല, ഇത് തിന്നാനായിട്ടൊക്കെ പറ്റും. തിന്നൊക്കെ ചെയ്യും. തിന്നും മധുരം. ഇതൊരു ചെടിയുടെ പൂവാ. അത് കഴിഞ്ഞിട്ട് പിന്നെ കായ ഉണ്ടാവുന്നത്. അത് തിന്നൊക്കെ ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾക്ക് മുമ്പ് ഉണ്ടാവേണ്ട സംഭവമായിട്ടോ. ഞാൻ തിന്നു കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു കായ. മധുരണ്ട്. നമ്മൾ പഴമൊക്കെ കഴിക്കണ മധുരത്തെ ഒരു വേറെ ടേസ്റ്റ്. അത് കുഞ്ഞു കുഞ്ഞു പഴം. ഞങ്ങൾ പണ്ട് കഴിക്കാറുണ്ടാകും. ഇതിലുണ്ടാവണ പൂവ് എന്താണെന്നറിയാമോ? ചെത്തിപ്പൂ. കുറച്ച് കഴിയുമ്പോ തലറങ്ങി വീഴാണെങ്കിൽ എല്ലാരും മോൾ വ്യൂ. ഇത് എൻ്റെ കയ്യിൽ വട്ടം പിടിച്ചേക്കണ. അയ്യോ, കൈ വട്ടം പിടിച്ചിട്ടൊന്നും മനസ്സിലാവില്ല. അതെ, ഈ ഒരു ഭാഗത്തില് ഇച്ചാൻ ഇഷ്ടപ്പെട്ടില്ല. ഇച്ചാൻ പടങ്ങി പോവാണ്. ഈ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല. സ്ഥലം സർപ്രൈസ് ആയിട്ട് കൊണ്ടൊക്കെ കാണിക്കാന്ന് പറഞ്ഞാണ്. പക്ഷെ ഇച്ചാൻ അത്രയും വലിയ സർപ്രൈസ് വേണ്ടായിരുന്നു എന്നിപ്പോ പറയണം, അല്ല ഗൈസ്? പക്ഷേ ഈ ട്രാം എന്ന് പറഞ്ഞ സംഭവത്തില് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല എന്ന് ഇച്ചായനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ പ്രാവശ്യം കയറുന്ന ട്രാമിലാന്ന് അറിയാൻ പാടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പം ട്രാമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതാണ് ഞാൻ കയറുന്ന ട്രാം. ഇത് കുഞ്ഞുമട്ടറല്ല ട്രാം, അത് മനസ്സിലാവണത്. അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും പക്ഷേ ഈ മെട്രോയിൽ കയറുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഛർദ്ദിക്കാനായിട്ട് ഭയങ്കര വൊമിറ്റേഷൻ ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. പിന്നെ കുറേ അതെ കുറേ വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. പക്ഷെ ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു മുസ്ലിംകാരുടെ പള്ളികളുടെ എന്തൊക്കെയോ ഒരു പള്ളിയുടെ കുരിശ് വെച്ചിട്ടുണ്ട്. പള്ളി അത് പള്ളിയാണ്. കുറ്റികളിൽ ഓർമ്മ ഇരിക്കണത് കുരിശ്. അതേ കണ്ടില്ലേ? അത് കുരിശാണോ? ആ അതെ അതെ, അവിടെ ഒരു കുരിശുണ്ട്. യെസ്, നമ്മളൊരു പള്ളി കണ്ടുപിടിച്ചു. പള്ളിയിലേക്ക് പോണോ? പള്ളിയിലേക്ക് പോകണ്ട, സമയം പോകും. എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ള ആവേശഭരിതമായ കപ്പലിൽ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ഞങ്ങളിലുണ്ട്. അത് നല്ല രീതിയിൽ. അതെ അതെ അതെ. ഇത്രയും നാൾ ഞാനിവിടെ താമസിച്ചിട്ട് എനിക്ക് ഒരു വഴിയും പിടികിട്ടാറില്ല. പക്ഷേ ഇച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു വഴി ഒരു പ്രാവശ്യം കാണിച്ചെടുത്താൽ മതി. അതാണ് ഇച്ചൻ്റെ ഒരു പവർ. ഇച്ച പട്ടിത്തീറ്റം ഉണ്ട് കേട്ടോ. മഞ്ഞുമലയോ ഗൈസ്?
ഗ്രില്ലിന്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോ ഞങ്ങള് മഞ്ഞുമല കണ്ടു. ഇത് മഞ്ഞുമല, ഇത് മഞ്ഞുമലയാണ്. ഇത് കാണാൻ പറ്റില്ല. മഞ്ഞുമലയ്ക്ക് പോയാലോ? പ്ലാൻ പെട്ടെന്നൊന്ന് മാറ്റിയാലോ എന്ന് ഞാൻ ആലോചിക്കാണ്. മഞ്ഞുമലയ്ക്ക് പോയാലോ എന്നുള്ളൊരു ആലോചന ഉണ്ട്. ഒരു പാലമുണ്ട്. മെട്രോ മെട്രോ അല്ല, ട്രെയിനാണ് പോകുന്നത്. ആ മെട്രോ അല്ല, ട്രെയിനാണ്. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ട്രെയിൻ ഉണ്ട്. അതെ, എയർപോർട്ടിലേക്ക് ഡെയിലി പോക്ക് വരവ് ഇവിടുന്ന് ഉള്ള സ്ഥലമാണ്. ഇവിടുന്ന് ഇനി എങ്ങോട്ടാണെന്ന് അറിയാമ്പോൾ നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. ഇതെല്ലാം വില്ലകളും ക്യാഷുള്ള ആൾക്കാരൊക്കെ അതുപോലത്തെ ഒരു ഏരിയ ആണ്. പക്ഷെ ഇവിടുത്തെ പള്ളി അത്ര റിച്ച് അല്ല. അപ്പം അതിൻ്റെ അർത്ഥം പള്ളിയിൽ പോകുന്നവർ വളരെ ചുരുക്കമാണ്. അതാണ് അതിൻ്റെ ഒരു. അല്ല, സ്പെയിനിലാരും പള്ളിയിൽ പോവാറില്ല. സംസ്കാരത്തിന്റെ കാര്യത്തിൽ പണ്ട് ഉണ്ടായിരുന്നു വളരെയധികം കാശ് പള്ളിക്കും പള്ളിക്കൂടത്തിനും ഉണ്ടാണത്. പക്ഷെ ഇപ്പൊ ആ പള്ളിക്കൂടത്തിൽ നിന്ന് ഒരു പാഠം പഠിച്ചു എന്ന് തോന്നുന്നു. അതിൽ കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയോണ്ടായിരിക്കാം ഇപ്പം പഴയ പള്ളികൾ വളരെ റിച്ച് ആയിട്ട് തന്നെ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അത് അത്രയും സമ്പത്തുള്ളത് കൊണ്ട് അതിങ്ങനെ ഗവൺമെന്റ് നിലനിർത്തുന്നു. അതുവഴി ടൂറിസ്റ്റുകൾ ടൂറിസമാണ് ഇപ്പം പള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉള്ളവരൊക്കെ. ഏറ്റവും കൂടുതൽ ആളുകൾ ടൂറിസ്റ്റേഴ്സ് പള്ളി കാണാൻ പണ്ടുള്ള പള്ളികൾ. ഇനിയിപ്പോൾ എത്ര നാളത്തേക്ക് പള്ളികളൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇവിടെ ഉള്ള പള്ളികളൊക്കെ വളരെ വിരളമാണ്. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. ഞങ്ങളിപ്പോൾ ഈ വഴി കൂടെ ഇങ്ങനെ വെറുതെ നടക്കാണ്. എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച്. ഒരു പന്നപ്പട്ടി അവിടെ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുമില്ല സത്യം. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു മഞ്ഞുമല കാണാം. മഞ്ഞുമല എങ്ങനെ പോകുന്നാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. നമുക്ക് അവിടം വരെ അപ്പുറത്തായിട്ടൊന്നും പോയി നോക്കിയിട്ട് വരാം. അവിടെ നിന്ന് കാണാൻ പറ്റും. ഇത് ശരിക്കൊരു വ്യൂവും പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കോൾഡും ഉള്ളൂ. ഒരു മലയുടെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരവിടെ സന്തോഷമായിട്ട് അടിച്ചു പൊളിക്കുകയും കയ്യിലുള്ള കാശുകൾ കൊണ്ട് തൂത്തടിക്കുകയും കാശ് ചിലപ്പോൾ കാശൊക്കെ വേറെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ചുമ്മാ വന്നുകൊണ്ടിരിക്കണ്ടാവേ. രണ്ട് ഈക്വലാ. സ്ക്വയറിന്റെ അങ്ങേറ്റത്തുനിന്ന് ഏത് മൂലയ്ക്ക് ഓപ്പോസിറ്റ് മൂലയിലേക്ക് ബനേരി. അതെന്താന്നറിയോ? അത് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. സയൻസ് ഒരു അവിടെ ഒരു വില്ല ഇവിടെ അല്ല. അവരുടെ അതിന്റെ മുകളിൽ എന്താണ്ടൊക്കെ ചെലന്തി വല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഇത് അങ്ങ് ദൂരെ കാണാം മലയിലെ മഞ്ഞ്. റോസാദേവാക്ക, അതാണ് ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര്. ഇങ്ങനെ സ്പെയിനിലെ ഹിഡൻ സ്പേസുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചാനലായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പൊന്നാരി, എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് വെറൈറ്റി ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കാണാത്ത കുറേ കാഴ്ചകളാണല്ലോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം വരുന്നത്. ഇതിന്റെ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ടാണല്ലോ നമ്മളിന്ന് പോയത്. അതെ, അപ്പൊ നമുക്ക് അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇപ്പൊ ഞാനാണ് ഈ സംഭവം പൊളിപ്പിച്ചാൽ കൊണ്ടുപോകണം എങ്കിൽ തന്നെയും എനിക്കും ഇതെന്താണ് ഒരു പുതുമയാണ് അടുത്തത് എന്നുള്ളൊരു ഭയങ്കര പുതുമ എന്നിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതെ, തുളുമ്പുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണില്ല. എല്ലാവരും രണ്ടുപേരും കൂടി ഒരു വഴിക്ക് ഇറങ്ങി തിരിച്ച് പല വഴിക്ക് നടക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന സത്യം. എന്തിനാണാവോ ഇങ്ങനെ നടക്കണേ? കുറെ ബിൽഡിംഗ് ഒക്കെ ഇവിടെ പണി നടക്കുന്നുണ്ട്. അവിടെ അടുത്തൊരു മെട്രോ സ്റ്റേഷനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ മനോഹരം ഒരു വൈഡ് വ്യൂ കാണാം. മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ഗാർഡൻ. അതാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻസ്. ഇത് ശരിക്കും പറഞ്ഞ മെറ്റ പോലെ ആകും, അതറിയോ?
ഇതല്ലേ ആ ഇത് നിറയൂലേ? ഇത് കംപ്ലീറ്റ് മെത്ത പോലെയാവും. നല്ല രസമായിരിക്കും ഇവിടെ കാണാനായിട്ട്. അത് ഇപ്പൊ നമ്മുടെ ഇത് മാറി വരുന്നുണ്ടല്ലോ, ക്ലൈമറ്റ് മാറി വരുമ്പോഴേക്കും. പൂക്കാലം വന്നാൽ പൂക്കാലം മഞ്ഞ പൂവും വെള്ള പൂവും വരും. അപ്പൊ നല്ല രസമായിരിക്കും. മെത്ത പോലെ കിടച്ചു വെച്ചാൽ. സ്പെയിനിൽ വന്ന് മഞ്ഞ് കാണാൻ പറ്റി, പക്ഷെ മഞ്ഞിന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. പക്ഷെ സ്പെയിനില് മഞ്ഞാണോ അതോ അതിനി സ്പെയിനാണോ ഫ്രാൻസ്, അതിനി സ്പെയിനാണോ ഫ്രാൻസ് ആണോ എന്ന് ദൈവത്തിന് അറിയാം. അവിടെ ചെന്ന് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് ഇവിടെ നോക്കി ചിലപ്പോൾ ഫ്രാൻസ് കാണാൻ പറ്റുമെങ്കിലോ. എന്നാ മന്നേരി കാട്ടിനുള്ളിൽ മയിലും കുഞ്ഞിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ അതെ, ഇതിൻ്റെ ഉള്ളിലൊക്കെ. ആ അതെ, ഈ പറമ്പിൽ മൊത്തം മയിലും കുഞ്ഞുങ്ങളുണ്ട്. കടിക്കും, അതിനെ കഴുത്തിന് പിടിച്ച. ഈ മയിലും കുഞ്ഞിനെ തപ്പി ഇറങ്ങിയേക്കാണ് ഗൈസ്. ഇതേ ഒരു മയിലും കുഞ്ഞ് ഇതേ ഇവിടെ ഓയ് റോഡ് 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 അടിച്ച് ചീറിപ്പായാണ് മയില്. ആ ഇവിടുത്തെ ഗാർഡൻ കുറച്ച് വലിയ അടിപൊളി ഗാർഡനാണ്. ശല്യങ്ങളൊന്നുമില്ല, ആൾക്കാരുടെ തിരക്കൊന്നും ഇല്ലാത്ത, റഷൊന്നും ഇല്ലാത്ത, സിറ്റിയിൽ നിന്ന് മാറി എന്നുള്ളത്. മൊയില് ഇതിലൂടെ പോയി, റോട്ടിൽ കൂടെ പോയി. ഒരു സ്ഥലമാണ്, നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടുത്തെ. ക്ലൈമറ്റ് വൈസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത്ര നല്ല ക്ലൈമറ്റാണ് ഇവിടെ. ഇനിയിപ്പം മംഗ്ലാവിലേക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഇതിൽ ബസ് സ്റ്റോപ്പ് ചെയ്താൽ നോക്കിയാൽ മംഗ്ലാവിലേക്ക് നമുക്കത് പോവായിരുന്നു. മംഗ്ലാവ് എവിടെയാ? നല്ല സ്ഥലമാണോ? നമ്മൾ പല മലാഗയ്ക്ക് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്ക് പ്രൊവിനൻസുകൾ തോറും നമ്മൾ ട്രിപ്പ് അടിക്കുന്നത്. മംഗ്ലാവിക്ക് അത്യാവശ്യം നല്ല പ്ലേസ് ആണ്. അവിടെ മംഗ്ലാവിക്ക് പോയാലോ? അവിടെയാണ് ബസ് വന്നത്. ആ ബസ്സാണ് ഇപ്പം ഇതിലേക്ക് വന്നത്. പക്ഷെ നമ്മുടെ കാശുണ്ടോ? കാശായിട്ടുണ്ടോ? മെട്രോ കാർഡ് ഉപയോഗിക്കാൻ പറ്റും. കാശ് അതിൻ്റെ അകത്ത് റീചാർജ് ചെയ്യാലോ? അവിടെ റീചാർജ് ചെയ്യാൻ പറ്റുമോ? ബസ്സിന്റെ ഉള്ളിൽ മെട്രോ കാർഡിന്റെ ഫോട്ടോ അടിച്ചിട്ടുണ്ട്. ഗൈസ്, ഇവിടെ കാക്കയുണ്ട്. ആദ്യമായിട്ടാണ് കാക്കേനെ കാണുന്നത്. കാക്കയുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ നോക്കൂ, കാക്ക. ദേ കാക്ക. എനിക്കതിനെ കാക്കേനെ കൊണ്ടിട്ടതാന്ന് തോന്നുന്നു. ഇവിടെ വൃത്തിയാക്കാൻ കാക്കേനെ കൊണ്ടിട്ടതെന്ന് സംശയമുണ്ട്. പ്രാവിനെ കുത്തി പിടിച്ചിരുന്ന ഇവിടെ നിറയും. അവിടെ ഭക്ഷണം കുറവായതുകൊണ്ടേ വളരെ പ്രാണികളൊക്കെ ജീവിച്ചോളൂ. ഒരുപാട് നടന്ന് എത്തിയിട്ടും ഇങ്ങനെ ഓരോ ഡെവലപ്മെന്റ്സും കാര്യങ്ങളുള്ള പ്രദേശം മാത്രമാണ് നമ്മൾ കാണുന്നത്. വേറൊരു പ്രദേശവും നമ്മൾ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ അറവാക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ള ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അത്യാവശ്യം രസമുണ്ട്. പിന്നെ ഓരോന്നോരോന്ന് ഇതുപോലെ തന്നെ പണിതുകൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ ഓരോരോ പണികൾ നടന്നു. വേറെ പരിപാടികളൊന്നും കാണില്ല. കുറച്ച് പാർക്കുകൾ ഇതുപോലെ ഉണ്ട്, അതല്ലാണ്ട് വേറെ ഒന്നും ഇല്ല ഇവിടെ. റഷൊന്നുമില്ല, പക്ഷെ പാർക്കുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഭയങ്കര ഏറ്റവും വലിയ പാർക്കാണിത്. കൂളായിട്ടുള്ള പ്രദേശമാണ്. ബ്ലോസിലേക്കുള്ള വണ്ടികൾ കാണുന്നുണ്ട്, പക്ഷെ അതെങ്ങോട്ടാണ് എന്നുള്ളത് നോക്കണം. അതിനെ കുറിച്ച് വിശദമായി പുയബ്ലോസിലേക്കല്ല, ഇതിൽ നിന്ന് സിറ്റിയിലേക്ക്. ഇതൊരു പുയബ്ലോ ആണ്. ഇതൊരു ഗ്രാമം പോലത്തെ അത്യാവശ്യം നല്ലൊരു. വീട്ടിൽ പോവാം. വീട്ടിൽ പോണ്ടേ? ഇല്ല. അവിടുന്ന് മറ്റേ അങ്ങനെ തോളത്തേക്ക് ഇറങ്ങിക്കോ. വിട്ടോ
ലെഫ്റ്റ് ഉണ്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടേക്കുള്ള കുറച്ച് സിറ്റികളിലേക്കുള്ള ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അല്ലാതെ വേറൊരു കാര്യങ്ങളും ഇവിടെ കാണാനായിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രദേശത്തേക്ക് പോകാം.